ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്സ് ആണ് കേട്ടോ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ കൊണ്ട് മാത്രമല്ല, എഗ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യാറുള്ളത് ഗോതമ്പ് മാവ് കുഴച്ച് വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ. പിന്നീട് ചെയ്യാറുള്ളത് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. 2 വിസിൽ തന്നെ അത് നന്നായി വെന്ത് വരുമല്ലോ. അതിനുശേഷം അതിനെ നന്നായി ഉടച്ചെടുക്കാറുണ്ട് കേട്ടോ. ചിക്കൻ അവിടെ ഇരിക്കട്ടെ, അപ്പോഴത്തേനും നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെയും പച്ചമണെല്ലാം പോയി വരുമ്പോൾ അതിലേക്ക് പിന്നെ ആഡ് ചെയ്തത് ചിക്കൻ മസാലയും കാശ്മീർ ചില്ലി പൗഡറും ഒരു നുള്ളു മഞ്ഞപ്പൊടിയുമാണ്. അതുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിരുന്നല്ലോ. ഇപ്പോൾ ഈ ഉള്ളിക്കും ക്യാപ്സിക്കത്തിനും വേണ്ട അളവിലുള്ള ഉപ്പ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായി ഇളക്കി സെറ്റാക്കി മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ഗോതമ്പ് മാവ് ഉണ്ടല്ലോ, അത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാനുള്ള വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചിക്കന്റെ മിക്സ് ഉണ്ടല്ലോ, അതിനെ ഒരു ഉരുള പോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം സെന്ററിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 സൈഡില് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ഓരോ സൈഡായിട്ട് നമുക്ക് മടക്കി എടുത്തിട്ട് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി ഒട്ടിപ്പോവും കേട്ടോ. ഈ ഷേപ്പിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഉണ്ടാക്കാം. അതല്ലാതെ ഇനി ഒരു ഷേപ്പിലൂടെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് സെയിം പൂരിയുടെ വട്ടത്തിൽ തന്നെ പരത്തി എടുത്ത ശേഷം ചിക്കന്റെ മിക്സ് സെന്ററിലേക്ക് വെച്ചിട്ട് 4 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കും കേട്ടോ. അതും വേഗം തന്നെ ഒട്ടിപ്പിടിക്കുവേ. ചിക്കൻ കൂടാതെ എഗ്ഗ് കൊണ്ടുകൂടെ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാന്നുള്ളത് പറയാം കേട്ടോ. ആദ്യം അതിന് എഗ്ഗ് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അതിനെ 2 പീസായി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഗോതമ്പ് മാവ് പരത്തിയെടുത്തിരിക്കുന്നതാണ് ഈ പൂരിയുടെ വട്ടത്തിൽ തന്നെ. അതിന്റെ സെന്ററിലേക്ക് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് കൂടെ ആഡ് ചെയ്തിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, അതുകൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ നന്നായി മടക്കിയെടുക്കാം കേട്ടോ. എഗ്ഗ് ഉള്ളിൽ വരുന്ന പോലെയാണ് മടക്കുന്നത്. മുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. എണ്ണ നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മളിപ്പോ മടക്കിയതിനെല്ലാം നമുക്കിനി അതിനകത്തേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 3-4 മിനിറ്റ് തന്നെ ഒരു സൈഡ് കുക്കായി വരുവേ. അപ്പൊ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ള സ്നാക്സ് ആണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.